അപ്പം മിസ്സിന്റെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ പൊന്നുമക്കൾക്കും സ്വാഗതം. അപ്പൊ ഇന്ന് മിസ് വന്നിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമായിട്ടാണ്, കുറിപ്പ്. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും വരുന്ന ഒരു ചോദ്യമാണല്ലേ കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളത്. അപ്പൊ കുറിപ്പ് എങ്ങനെയാണ് മിസ്സേ തയ്യാറാക്കുക, ഏത് രീതിയിലാണ് മിസ്സേ തയ്യാറാക്കുക എന്നൊക്കെ ഒരുപാട് പിള്ളേർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എല്ലാവർക്കും ആയിട്ടുള്ള ഒരു ആൻസർ ആയിട്ടാണ് മിസ് ഇന്ന് വന്നിരിക്കുന്നത്. ഒരു കുറിപ്പ് തയ്യാറാക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഏത് രീതിയിൽ തയ്യാറാക്കിയാൽ മാർക്ക് വീഴാം, എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ പഠിക്കുന്നതാണ്. എന്നിട്ട് വേണം നമുക്ക് എക്സാമിൽ ഫുൾ മാർക്ക് വാങ്ങാൻ വേണ്ടിയിട്ട്. സെറ്റ് ആണല്ലോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ മിസ്സിന്റെ വീഡിയോ തുടക്കം മുതൽ അവസാനം വരെ സെറ്റ് ആയിട്ട് എല്ലാവരും ഉഷാറോടെ കാണുന്ന വിശ്വാസത്തിൽ മിസ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. മക്കളെ, ഒരു കുറിപ്പ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ആദ്യം മിസ് പറഞ്ഞു തരുന്നത്. ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഉദ്ദേശ്യവും ലക്ഷ്യവും വ്യക്തമാക്കുക. എന്താണ് അതിന്റെ ഉദ്ദേശ്യം, എന്താണ് അതിന്റെ ലക്ഷ്യം എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിരിക്കണം ആ ഒരു കുറിപ്പില്. പിന്നെയോ ആവശ്യമായുള്ള വിവരങ്ങൾ മാത്രം ഉൾപ്പെടുത്തുക. അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും കുറിപ്പിലേക്ക് ഉൾപ്പെടുത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആവശ്യപ്പെട്ട കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം എന്ത് എഴുതേണ്ടത്, കുറിപ്പ് തയ്യാറാക്കേണ്ടത്. സെറ്റ് ആണല്ലോ? യെസ്. മുഖ്യ കാര്യങ്ങൾക്ക് മുൻഗണന നൽകുക, എളുപ്പമുള്ള ഭാഷ ഉപയോഗിക്കുക. എന്താ പറയുന്നത്? മുഖ്യ കാര്യങ്ങൾക്ക് മുൻഗണന നൽകുക. പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക്, മുഖ്യ കാര്യങ്ങൾക്ക് മാത്രം മുൻഗണന നൽകുക. പിന്നെയോ എളുപ്പമുള്ള ഭാഷ ഉപയോഗിക്കുക. കടുകട്ടിയ ഭാഷയൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ലടാ. എളുപ്പമായിട്ടുള്ള ഭാഷകൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ ഒരു കുറിപ്പ് തയ്യാറാക്കേണ്ടത്. പിന്നെയോ ആകർഷകമായ തുടക്കവും അവസാനവും കൊടുക്കുക. നല്ല ആകർഷകമായിട്ടുള്ള ആ ഒരു കുറിപ്പ് വായിക്കുമ്പോൾ അരെ വാ എന്ന് എല്ലാവരും പറഞ്ഞിരിക്കണം. അതിനാണ് മിസ് പറയുന്നത് ആകർഷകമായിട്ടുള്ള ഒരു തുടക്കവും അതേപോലെ തന്നെ ഒരു അവസാനവും ഉണ്ടായിരിക്കണം. അതിന് നിങ്ങൾ ഉഷാറാണെന്ന് മിസ്സിന് അറിയാം. കാരണം നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാണെന്ന് മിസ്സിന് ഓരോ ലൈവിലും എൻ്റെ മക്കള് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് മിസ് കണ്ടിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കുറിപ്പ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പൂവിലിരുന്നു പൂമ്പാറ്റ, പൂന്തേനുണ്ടു പൂമ്പാറ്റ, പൂവിതളായി പൂമ്പാറ്റ, പൂങ്കരളായി പൂമ്പാറ്റ. കുട്ടിയും തളയും എന്ന കഥയിലെ, കുട്ടിയും തളയും എന്ന കവിതയിലെ ആശയവും ഈ കവിതയിലെ ആശയവും താരതമ്യപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുക. നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കവിതയാണ് എന്ത്, കുട്ടിയും തളയും. കുട്ടിയും തളയും എന്നുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു കവിത നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പം കുട്ടിയും തളയും എന്ന കവിതയിലെ ആശയവും ആ ഒരു കവിതയിലെ ആശയവും അതേപോലെ തന്നെ ഇപ്പൊ മിസ് പഠിക്കുന്നുണ്ടല്ലോ ഈ ഒരു കവിതയിലെ ആശയവും താരതമ്യപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കുക. രണ്ടും കൂടെ താരതമ്യപ്പെടുത്തിയിട്ട് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കിയാലോ? യെസ് മക്കളെ, ശ്രദ്ധിച്ചിരിക്കാൻ മിസ് വായിച്ചു തരാം കേട്ടോ. കുമാരനാശാന്റെ കുട്ടിയും തളയും എന്ന കവിതയിൽ പൂമ്പാറ്റകളെ പൂവള്ളിയിൽ നിന്നും പറന്നുയരുന്ന പൂക്കളായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. എന്താണ് പറയുന്നത്? നമ്മുടെ കുമാരനാശാന്റെ പാഠഭാഗമാണ് കുട്ടിയും തളയും. ആരാണ് കുമാരനാശാൻ, എന്താണ് കുമാരനാശാൻ, എല്ലാ കാര്യങ്ങളും നമ്മൾ സെറ്റാക്കി പഠിച്ചിട്ടുള്ള കാര്യമാണ് അല്ലെ. കുമാരനാശാന്റെ കുട്ടിയും തളയും എന്ന കവിതയിൽ പൂമ്പാറ്റകളെ പൂവള്ളിയിൽ നിന്നും പറന്നുയരുന്ന പൂക്കളായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത്. ഈ ചെറു കവിതയിൽ പറയുന്നത് പൂവിൽ നിന്നും തേൻ കുടിക്കുന്ന പൂമ്പാറ്റ പൂവിന്റെ ഇതള് പോലെ മനോഹരമാവുകയും പിന്നീട് പൂവിന്റെ പ്രിയപ്പെട്ടവനായി മാറുകയും ചെയ്യുന്നു എന്നാണ്. എന്താണ് പറയുന്നത്? ഈ ചെറു കവിതയിൽ പറയുന്നത് നമ്മുടെ പൂവിൽ നിന്നും തേൻ കുടിക്കുന്ന, പൂവിന്ന് തേൻ കുടിക്കുന്ന എവിടെ, പൂമ്പാറ്റ പൂവിന്റെ ഇതള് പോലെ മനോഹരമാവുകയും പിന്നീട് പൂവിന്റെ പ്രിയപ്പെട്ടവനായി മാറുകയും ചെയ്യുന്നു എന്നാണ്. രണ്ട് കവിതകളിലും പൂമ്പാറ്റയുടെ ഭംഗിയെയാണ് കവികൾ സൂചിപ്പിക്കുന്നത്. രണ്ട് കവിതയിലും, നമ്മുടെ കുട്ടിയും തളയും എന്ന കവിതയിലും അതേപോലെ തന്നെ നമ്മൾ ഇപ്പൊ പഠിച്ചിട്ടുള്ള ഈ പൂമ്പാറ്റയുടെ ഈ ഒരു കവിതയിലും രണ്ടും ഒരേ ആശയാണ് അല്ലേ. രണ്ട് കവിതകളിലും പൂമ്പാറ്റയുടെ ഭംഗിയെയാണ് കവികൾ സൂചിപ്പിച്ചിരിക്കുന്നത്. രണ്ട് കവിതയിലും നമ്മുടെ പൂമ്പാറ്റയുടെ ഭംഗി അല്ലെ, ആ ഒരു പൂമ്പാറ്റ എത്രത്തോളം ഭംഗിയുള്ളതാണെന്നാണ് തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്, അതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അതേപോലെ തന്നെ സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് അല്ലേ. അപ്പം ഇങ്ങനെ ഒരു പ്രവർത്തനം നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എഴുതുമല്ലോ അല്ലേ.
മിസ്സിന് നിങ്ങൾ ഒരുപാട് വിശ്വാസമാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഫുൾ മാർക്ക് വാങ്ങണമെന്ന് ആഗ്രഹം ഉണ്ടല്ലോ, അതിനേക്കാൾ ഒരുപാട് ആഗ്രഹമാണ് മിസ്സിനും എൻ്റെ കുട്ടികളെ ഫുൾ മാർക്ക് വാങ്ങണം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്നതിലും മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യുക, അതായത് മനോഹരാക്കാൻ ശ്രമിക്കുക നിങ്ങൾ എഴുതുന്നത്. അതേപോലെ അക്ഷരതെറ്റ് വരുത്താൻ പാടില്ല കേട്ടോ. നല്ല കുട്ടികളായിട്ട് അക്ഷരങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കല്ലേ. അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയി വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.